ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഇറാൻ ഇഷ്യൂ വീണ്ടും ലൈം ലൈറ്റിലേക്ക് വരികയും ഇന്ത്യൻ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ളൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ കാര്യത്തിൽ ഇന്നലെ ചെറിയൊരു പോസിറ്റിവിറ്റി വന്നു. അതായത് ഇറാനിൽ മേൽ നടത്താൻ ഉദ്ദേശിച്ച ആ ഒരു മിലിറ്ററി സ്ട്രൈക്ക് താൽക്കാലികമായിട്ട് ട്രംപ് ഭരണകൂടം അത് ക്യാൻസൽ ചെയ്തു എന്നുള്ള ന്യൂസ് വന്നു. കൂടാതെ തന്നെ ഇറാനായിട്ടുള്ള ചർച്ച അത് മേജർ ബ്രേക്ക് ത്രൂ ആയി എന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഇതിനെ തുടർന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും അല്ലെങ്കിൽ ഇന്നലെ ക്ലോസ് ആയിട്ടുള്ള US മാർക്കറ്റും ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റും ഈവൻ ഇപ്പോൾ ഓപ്പൺ ആകാൻ പോകുന്ന നിഫ്റ്റിയും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് മാർക്കറ്റ് നിലകൊള്ളുന്നത്. കൂടാതെ തന്നെ ഈ യുദ്ധം കാരണം നമ്മൾ ഇൻഫ്ലേഷൻ വർദ്ധിക്കുമെന്നുള്ള ഇത് ഓൾറെഡി തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് US ഇൻഫ്ലേഷൻ ഡേറ്റ സ്പൈക്ക് ചെയ്തത്. ഇനിയിപ്പോൾ ഇന്ന് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. പക്ഷേ പറയാൻ പോകുന്നത് ഈ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ 3 വർഷത്തിനിടെ ആദ്യമായി അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ യുദ്ധം പടി മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ക്രൂഡിൻ്റെ വില എത്ര ഹൈ ആണ്, പല രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ നിരക്ക് ഉയരും. അപ്പോൾ ഈ യുദ്ധം ഇപ്പോൾ 3 മാസം പിന്നിടുന്നു. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ വേദാന്തയുടെ തന്നെ ഡീമർജർ 15-ാം തീയതിയാണ് 4 സെപ്പറേറ്റ് കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ US വിക്സ് ക്രാഷ് ചെയ്തു. നാസ്ഡാക്ക് 2.5% എത്ര പോയിൻറ്റാണ്? 640 പോയിൻറ്റ്. ഡോ 2% അടുത്ത് എത്ര പോയിൻ്റാണ്? 1000 പോയിൻ്റ് അടുത്ത്. FTSE CAC 40 ഡാക്സ് യൂറോപ്യൻ മാർക്കറ്റ് ഗംഭീര പ്രകടനം നടത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് 2241 പോയിൻറ്റും കൊറിയ കാണാം 8% കൊറിയ റാലി ചെയ്യുന്നത്. ഓസ്ട്രേലിയ 1.5% റാലിയാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും എല്ലാം തന്നെ റാലി ചെയ്യുമ്പോൾ നമ്മുടെ നിഫ്റ്റി മാത്രം പേരിന് ഒരു 100 പോയിൻറ്റ്, അതും പതിയെ വിഷമിച്ച്. കൂടാതെ ബിറ്റ്കോയിനും റാലി രേഖപ്പെടുത്തി. ഗോൾഡ് സ്പൈക്ക് ചെയ്ത് 4788 ഇതാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ. ഇൻഫോസിസും വിപ്രോയും എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഇൻഫോസിസ് നെഗറ്റീവായിരുന്നെങ്കിലും എക്സിറ്റും അപേക്ഷിച്ച് തിരിച്ചു കയറി. വിപ്രോ പോസിറ്റീവായിരുന്നു. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത US കമ്പനികളാണ്. എല്ലാം ഗംഭീര പ്രകടനം. ഏറ്റവും താഴെ ഇൻഡലും ടെസ്ലയെല്ലാം തന്നെ ശക്തമായ റാലി. ഇൻഡൽ 10% റാലി. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പോൾ കാണാം. കൊറിയൻ മാർക്കറ്റും മറ്റുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ റാലി ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ നിക്ഷേപകർ കൊതിയോടെ നോക്കി നിൽക്കുകയാണ്. കാരണം നിഫ്റ്റി മാത്രം പേരിനൊരു ചെറിയൊരു പോസിറ്റിവിറ്റി മാത്രം. ഇന്ന് മിനിമം ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി ഒരു 400 പോയിൻറ്റിൻ്റെ ഒരു റാലി ഉണ്ടായാൽ മാത്രമാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായ റാലിക്ക് ആനുപാതികമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് പ്രതികരിച്ചു എന്ന് പറയാൻ പോലും നമുക്ക് പറ്റുകയുള്ളൂ. അല്ലാതെ ഇന്ന് കുറച്ച് റാലി ചെയ്യും പിന്നീട് ഇറങ്ങുമെന്നുള്ള സ്ഥിതി ഇന്ന് വരാതിരിക്കാനാണ് നിക്ഷേപകർ ആഗ്രഹിക്കുന്നത്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ബിറ്റ്കോയിൻ ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്. ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സ്റ്റോക്കുകളുടെ വാർത്തകളിലൊക്കെ പോകാം. ബൈസിൽ റെക്കമെൻഡേഷൻ എല്ലാം. ഹാപ്പിയസ്റ്റ് മൈൻഡ് കമ്പനി പുതിയ AI ഏജൻറ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള ന്യൂസ്. സെഗ്ലിറ്റി കമ്പനി US ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ കമ്പനീനെ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ആസ്ട്രൽ ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയാണ്. അവരൊരു പുതിയ ഒരു സബ്സിഡിയറി കമ്പനി അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. വിൻസോൾ എഞ്ചിനീയറിംഗ് അവർക്ക് 48 കോടി രൂപയുടെ ഓർഡർ കിട്ടി. PCBL കെമിക്കൽ പുതിയ പ്ലാന്റിൻ്റെ ഇനാഗറേഷൻ നടത്തി. ആപ്പിൾ കമ്പനി പുതിയ 3 പേറ്റൻറ്റ് കമ്പനി സ്വന്തമാക്കി. ആദാനി എൻ്റർപ്രൈസസ് അവർ മധുവാൻഡി ബിൽഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനീനെ അക്യൂർ ചെയ്തു 700 കോടി രൂപക്ക്. ഡാബർ ഇന്ത്യക്ക് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയിൽ നിന്ന് ഒരു മേജർ ആയിട്ടുള്ളൊരു അലർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മേജർ അലർട്ട്, അവരുടെ മെഡിസിൻ്റെ ഒരു അലർട്ട് എന്നുള്ള ന്യൂസാണ് ഉള്ളത്. അപ്പോൾ വൈകിട്ട് നമുക്ക് കാണാം. താങ്ക് യു.